ഹബക്കുക്ക് 1-ാം അധ്യായം. പ്രവാചകന്റെ ആവലാതി. ഹബക്കുക്ക് പ്രവാചകന് ദർശനത്തിൽ ലഭിച്ച ദൈവത്തിന്റെ അരുളപ്പാട്. കർത്താവെ, എത്രനാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങ് അത് കേൾക്കാതിരിക്കുകയും ചെയ്യും? എത്രനാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങ് എന്നെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്ക് അങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു? നാശവും അക്രമവും ഇതാ എൻ്റെ കൺമുൻപിൽ. കലഹവും മത്സരവും തല ഉയർത്തുന്നു. നിയമം നിർവീര്യമാക്കപ്പെടുന്നു, നീതി നിർവഹിക്കപ്പെടുന്നില്ല. ദുഷ്ടൻ നീതിമാനെ വളയുന്നു, നീതി വികലമാക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ മറുപടി. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയം ഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇതാ, ഞാൻ തിക്തവും വേഗമേറിയതുമായ കൽദായ ജനതയെ ഇളക്കിവിടുന്നു. തങ്ങളുടേതല്ലാത്ത വസതികൾ സ്വന്തമാക്കാൻ അവർ ഭൂതലമാകെ മുന്നേറുന്നു. ഭയവും ഭീകരതയും വിതയ്ക്കുന്നവരാണ് അവർ. നീതിയും ന്യായവും അവർ തീരുമാനിക്കുന്നത് തന്നെ. അവരുടെ കുതിരകൾക്ക് പുള്ളിപ്പുലികളേക്കാൾ വേഗതയുണ്ട്. അവയ്ക്ക് ഇരതയിടുന്ന ചെന്നായേക്കാൾ ഭീകരതയുണ്ട്. അവരുടെ കുതിരപ്പടയാളികൾ ഗർവോടെ മുന്നേറുന്നു. അവരുടെ കുതിരപ്പടയാളികൾ വിദൂരത്തു നിന്ന് വരുന്നു. ഇരയെ വിഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്ന കഴുകനെ പോലെ അവർ പറന്നടുക്കുന്നു. അവർ അക്രമവുമായി വരുന്നു. അവർക്ക് മുൻപേ അവരെക്കുറിച്ചുള്ള ഭീതി നീങ്ങുന്നു. അവരുടെ തടവുകാർ മണൽത്തരി പോലെ അസംഖ്യമാണ്. അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു, പ്രഭുക്കന്മാരെ അവഹേളിക്കുന്നു. കോട്ടകളെ അവർ നിസ്സാരമായി തള്ളുന്നു. മൺതിട്ട ഉയർത്തി അവർ അത് പിടിച്ചെടുക്കുന്നു. കാറ്റുപോലെ അവർ വീശി കടന്നുപോകുന്നു. സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകുന്നു. ആവലാതി. എൻ്റെ ദൈവമേ, അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമർത്യനുമാണല്ലോ. കർത്താവെ, അങ്ങ് അവരെ ന്യായവിധിക്കായി നിയോഗിച്ചിരിക്കുന്നു. അഭയശിലയായവനെ അങ്ങ് അവരെ ശിക്ഷയ്ക്കായി നീക്കിവച്ചിരിക്കുന്നു. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയുകയില്ല. അവിശ്വസ്തരായ മനുഷ്യരെ അങ്ങ് കടാക്ഷിക്കുന്നതും ദുഷ്ടൻ തന്നേക്കാൾ നീതിമാനായ മനുഷ്യനെ വിഴുങ്ങുന്നതും കണ്ടിട്ട് അങ്ങ് മൗനം ദീക്ഷിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങ് മനുഷ്യരെ കടലിലെ മത്സ്യങ്ങളെപ്പോലെ നാഥനില്ലാത്ത ഇഴജന്തുക്കളെപ്പോലെ ആക്കുന്നതെന്തുകൊണ്ട്? അവൻ അവരെയെല്ലാം ചൂണ്ടയിട്ട് പിടിക്കുന്നു, വലയിൽ കുടുക്കി വലിച്ചെടുക്കുന്നു. തൻ്റെ കോരുവലയിൽ അവയെ ശേഖരിക്കുന്നു. അപ്പോൾ അവൻ സന്തോഷിച്ചുല്ലസിക്കുന്നു. തന്നിമിത്തം അവൻ തൻ്റെ വലയ്ക്ക് ബലികളും തൻ്റെ കോരുവലയ്ക്ക് ധൂപവും അർപ്പിക്കുന്നു. അവ മൂലമാണല്ലോ അവൻ സമൃദ്ധിയിൽ കഴിയുന്നതും സമ്പന്നമായി ആഹാരം കഴിക്കുന്നതും. ജനതകളെ നിരന്തരം നിർദ്ദയമായി വധിച്ചുകൊണ്ട് അവൻ വല കുടിഞ്ഞ് ശൂന്യമാക്കി കൊണ്ടിരിക്കുമോ?